അടുത്തത് 2.78 കോടി രൂപ കിട്ടിയതിന് എന്തെല്ലാം സേവനങ്ങൾ നൽകി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതായത് എന്തായിരുന്നു വീണ വിജയനും എക്സാലോജിക്കും CMRL നൽകിയ സേവനം എന്നുള്ളത് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ CMRL റീറ്റെയിനർഷിപ്പ് അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന മറുപടിയായിരുന്നു വീണ വിജയൻ നൽകിയത്. CMRLന്റെ സിസ്റ്റങ്ങൾ, സെർവറുകൾ, HR സോഫ്റ്റ്വെയർ എന്നിവയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് CMRL മാനേജ്മെന്റിന് ഉപദേശക സേവനങ്ങൾ, അതായത് അഡ്വൈസറി കൺസൾട്ടൻസി സേവനങ്ങൾ നൽകിയിരുന്നു എന്നുള്ള കാര്യമാണ് വീണ വിജയൻ പറഞ്ഞത്. സിസ്റ്റങ്ങളിലെയും സെർവറുകളിലെയും സോഫ്റ്റ്വെയറുകൾ അപ്ഡേറ്റായി സൂക്ഷിക്കണമെന്ന് അവരോട് നിർദ്ദേശം നൽകി എന്നുള്ള കാര്യം വീണ വിജയൻ മൊഴിയായി നൽകി. DNS കോൺഫിഗറേഷൻ വീണ്ടും പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിരുന്നു എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സേവനം എന്തായിരുന്നു എന്നുള്ളതാണ്. കൺസൾട്ടൻസിയും ഉപദേശക സേവനവും, സോഫ്റ്റ്വെയറുകൾ അപ്ഡേറ്റ് ആക്കാൻ ഉപദേശിച്ചു, കമ്പനി മേധാവികളുടെ യോഗം വിളിച്ചുകൂട്ടി എന്നുള്ള കാര്യം. അടുത്ത സ്ലൈഡിൽ മറ്റ് സേവനങ്ങളും വരുന്നുണ്ട്. ശശിധരൻ കർത്തയുടെ വീട്ടിൽ യോഗങ്ങൾ വിളിച്ചുകൂട്ടിയിരുന്നു. അവിടെ അദ്ദേഹം കമ്പനിയുടെ വിവിധ വിഭാഗം മേധാവികളെ വിളിച്ചുകൂട്ടുകയും തൻ്റെ മാർഗനിർദ്ദേശങ്ങൾ തേടുകയും ചെയ്തു എന്നുള്ള കാര്യം കൂടി അവർ മൊഴിയായിട്ട് നൽകിയിരുന്നത്. ശശിധരൻ കർത്തയുടെ സാന്നിധ്യത്തിൽ അവർക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നൽകി. കമ്പനിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ക്രമവൽക്കരിക്കുന്നതിനായി, അതായത് സ്ട്രീംലൈൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു ERP സോഫ്റ്റ്വെയർ നടപ്പാക്കണമെന്നുള്ള നിർദ്ദേശം നൽകി. അതായത് ഒരു സോഫ്റ്റ്വെയർ, ERP സോഫ്റ്റ്വെയർ രൂപീകരിക്കുവാൻ നിർദ്ദേശം നൽകി എന്നുള്ളതാണ്. ERP സോഫ്റ്റ്വെയർ കരാർ എക്സാലോജിക്കിനാണ് കിട്ടിയതും. ഇക്കാര്യവും അവർ സമ്മതിക്കുകയുണ്ടായി. മാനേജ്മെന്റിന് സമഗ്രമായ പ്രവർത്തനങ്ങൾ, അതായത് എൻഡ് ടു എൻഡ് ഓപ്പറേഷൻസ് ഏകോപിപ്പിക്കാൻ ERP സംവിധാനം വേണമെന്ന ഉപദേശം നൽകിയത് വീണ വിജയനാണ്. CMRLന് മാത്രമായി ഒരു കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ വേണമെന്നായിരുന്നു അവർ ആവശ്യപ്പെട്ടത്. അതിനാൽ ആ സോഫ്റ്റ്വെയറിൻ്റെ രൂപകൽപ്പനയും വികസനവും നടത്തുന്നതിനുള്ള കരാർ എക്സാലോജിക്കിന് കിട്ടുകയും ചെയ്തു. അതായത് 2017 മുതൽ 2019 വരെയുള്ള മുഴുവൻ കാലയളവും ഈ ERPയുടെ രൂപകൽപ്പന പ്രവർത്തനങ്ങൾക്കായാണ് ചെലവഴിച്ചത് എന്നുള്ള മൊഴിയാണ് വീണ വിജയൻ നൽകിയത്. പ്രധാനമായും മാനവ വിഭവശേഷി മാനേജ്മെൻറ്റ്, HR മാനേജ്മെൻറ്റ്, പേറോൾ മാനേജ്മെൻറ്റ്, ഇൻവെൻട്രി ആൻഡ് സപ്ലൈ ചെയിൻ, ഫിനാൻസ് തുടങ്ങിയ മൊഡ്യൂളുകളെക്കുറിച്ചായിരുന്നു ചർച്ചകൾ നടന്നിരുന്നത്. ക്ലയൻറ്റിൻ്റെ സൗകര്യപ്രകാരം, ക്ലയൻറ്റ് എന്ന് പറയുന്നത് CMRL ആണ്. സാധാരണ യോഗങ്ങൾ അങ്ങനെയാണ് നടത്തിയിരുന്നത്. യോഗങ്ങൾക്കിടയിൽ ഗണ്യമായ ഇടവേളകൾ ഉണ്ടായിരുന്നതും രൂപകൽപ്പന പൂർത്തിയാക്കുന്നതിലോ നടപ്പിലാക്കുന്നതിനോ വലിയ ധൃതി കാട്ടിയിരുന്നില്ല CMRL എന്നുള്ള കാര്യവും. ERP വികസിപ്പിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതിന് വലിയ ധൃതി കാട്ടിയിരുന്നില്ല കമ്പനി. ആവശ്യത്തിന് സമയമെടുത്തോളാൻ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. കമ്പനിയുടെ ഭാഗത്ത് നിന്ന് മൊഡ്യൂളുകളിൽ ആവർത്തിച്ച് മാറ്റങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു.